കണ്ണൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ് ജവഹർ സ്റ്റേഡിയം. പക്ഷേ ഇവിടെ കളി കാണാനെത്തുന്നവർ ഇൻഷുറൻസ് എടുക്കാതെ വരുന്നത് ഗുണം ചെയ്യില്ല. ഗാലറി തകർച്ചയുടെ വക്കിലാണ്. പലയിടത്തും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. തൂണുകളാകട്ടെ തുരുമ്പെടുത്ത കമ്പിയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെങ്കിലും അധികൃതർക്ക് ഒരു കൂസലുമില്ല. നമസ്കാരം. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജവഹർ സ്റ്റേഡിയത്തിലാണുള്ളത്. ലോക ഫുട്ബോൾ ഇതിഹാസ താരമായ ഡീഗോ മറഡോണ ഉൾപ്പെടെയുള്ള പ്രമുഖരായ പല കായിക താരങ്ങളും വന്നുപോയ ഒരു മനോഹരമായ ഇടമാണിത്. കളിക്കുന്ന കളിക്കാരുടെ കാര്യം സേഫ് സോണിലാണെങ്കിലും കളി കാണാനെത്തുന്ന കാണികളുടെ കാര്യം ഡേഞ്ചർ സോണിലാണ്. ഒരു ഭാഗത്ത് ആഹ, മറുഭാഗത്ത് ഓഹോ, എല്ലാം തകർന്നു കിടക്കുകയാണ്. അടർന്നു വീണ കോൺക്രീറ്റ്, തുരുമ്പെടുത്ത കമ്പി, ആ തുരുമ്പ് കമ്പി താങ്ങി നിർത്തുന്ന ഗാലറി. അപകടമാണേ. പക്ഷേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അങ്ങനെ ആരെങ്കിലും കേൾക്കാനുണ്ടായിരുന്നുവെങ്കിൽ വർഷം 10 ആയിട്ടും ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാവുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു സാർ, ഇത് ഇങ്ങനെ കിടക്കുന്ന എത്ര കൊല്ലായി, ഒന്നും പൊളിക്കോ മാറ്റോ ഒന്നും ആക്കുന്നില്ലല്ലോ. അതെന്തായാലും എടുക്കണ്ടേ? എടുക്കാണ്ടിയിൽ ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ എടുക്കേണ്ടി വരില്ല. ഇതിൽ ഇരിക്കേണ്ടിത് എടുക്കണ്ടേ? എടുക്കാണ്ടാവില്ലല്ലോ. അടുത്തൂടെ നടക്കുന്നവരും തണലാണെന്ന് കരുതി താഴെ ഇരിക്കുന്നവരും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്ന ഒരു ബോർഡെങ്കിലും ഇവിടെ വെക്കുന്നത് നല്ലതാണ്. ഈ ഫ്ലോറിൽ ഇരിക്കുന്നത് തീരെ ഡേഞ്ചറാണ്. വെച്ചാൽ ഇതിൻ്റെ മേലെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ചാടി. ഇതിനിടയ്ക്ക് ലീഗ് നടക്കുമ്പോൾ എല്ലാം എടുത്ത് ചാടി. ഇപ്പോൾ ആൾ വന്നിരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്, അതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 10 വർഷം മുമ്പ് പൊളിക്കാൻ തീരുമാനിച്ചതാണ്. ഇടതും വലതും അതിനിടയിൽ കോർപ്പറേഷൻ മാറി മാറി ഭരിച്ചു. മറഡോണയുടെ പ്രതിമ സ്ഥാപിച്ചും ഗ്രൗണ്ടിൽ പച്ച പുല്ല് പിടിപ്പിച്ചും നേതാക്കൾ ഫ്ലക്സിൽ ഫോട്ടോ പതിപ്പിച്ചു. പക്ഷേ കാര്യമുള്ളതിനെ ശ്രദ്ധിക്കാൻ നേതാക്കൾക്ക് സമയം കിട്ടിക്കാണില്ല. കോടികൾ ചിലവഴിച്ച് ഒരു ഭാഗത്ത് സ്റ്റേഡിയത്തിൻ്റെ മോടി കൂട്ടുമ്പോഴും വർഷങ്ങളായി മോടിയില്ലാതെ കിടക്കുന്ന ഒന്നുണ്ട്: സ്റ്റേഡിയത്തിൻ്റെ വശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ജീവൻ, കളി കാണാനെത്തുന്ന കാണികളുടെ ജീവൻ. അപകടത്തിലാണ്. പരിഹാരം വേണം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് തുറവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. ഈ വിഷയം കൊണ്ടുവന്ന അർജുൻ കല്യാട് തന്നെ ലോക്കൽ ഫോക്കസിൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വെരി ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. വെരി ഗുഡ് മോർണിംഗ് സുജയ. ഗുഡ് ഈവനിങ് സുജയ. ഇതെന്താണ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ തിരിഞ്ഞു പോണല്ലോ? ചൂടായോണ്ടാണോ? ഇലക്ഷനല്ലേ, മുഴുവനായ ചൂടല്ലേ? അതെ അതെ, മൊത്തത്തിൽ ഓട്ടമല്ലേ? അതെ അതെ, തെരഞ്ഞെടുപ്പ് ഓട്ടം, അതിനിടയിൽ ഇങ്ങനെയുള്ള വാർത്തകളുടെ കൂടിയുള്ള ഓട്ടം. അപ്പൊ ആകെ മൊത്തം ടോട്ടൽ ഓട്ടമാണ്. തിരിച്ചറിയാൻ പറ്റാത്ത ഓട്ടത്തിലാണുള്ളത്. അതെ, നമുക്കപ്പോ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുരുമ്പിച്ച് കിടക്കുകയാണ്. ഇതൊന്നും അധികൃതർക്ക് അറിയാത്തതല്ലോ, അല്ലെങ്കിൽ ഇത് ആദ്യമായി നമ്മളൊന്നും അല്ലല്ലോ കാണുന്നത്. ഈ കണ്ടവരൊക്കെ ഇതിലൊരു ഇടപെടൽ നടത്താത്തതിന്റെ കാരണം എന്താണ് അർജുൻ? സുജി, അതായത് ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ളൊരു വിഷയമല്ല. നമ്മളിപ്പോൾ ആ സ്റ്റേഡിയത്തിന് മുന്നിൽ തന്നെയാണ് ഉള്ളത്. ഇത് കാലങ്ങളായുള്ള ചില പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ ഔദ്യോഗികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയതാണ്. പക്ഷേ ഇത് പൊളിക്കാൻ വേണ്ടി ഏകദേശം ഒരു 10 വർഷം മുൻപേ തന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അത് പൊളിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീകരണ പ്രവൃത്തി ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് ഇവിടെ തന്നെ കാണാം എത്രമാത്രം ദുരിതമായ സാഹചര്യത്തിലാണ് ഇത് ഉള്ളത് എന്ന കാര്യം നമുക്കെല്ലാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. ഇത് തൊട്ടടുത്ത് തന്നെ റോഡാണ്. അതായത് കണ്ണൂർ നഗരത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ മേഖലയിലുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് സ്റ്റേഡിയമാണ്. ഈ ഒരു പ്രദേശം ഒഴിച്ചേരിച്ച ബാക്കി സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഈ മേഖലയിൽ ഇപ്പോൾ താൽക്കാലികമായി വ്യാപാര കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. മുന്നേ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായ നടപടികളെല്ലാം സ്വീകരിക്കുകയും ചെയ്തതാണ്. നമുക്കെന്തായാലും കുറച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് തേടാം. ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരനല്ല. എന്തായാലും നിങ്ങളൊരു കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായി തോന്നുന്നത്? നിങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നതായിരിക്കുമല്ലോ സത്യത്തിൽ. ഞാൻ ഈ നാട്ടുകാരൻ, ഞാൻ ഇപ്പം വേറെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഓക്കെ, അല്ല, എന്നാലും നിങ്ങളൊരു ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളെല്ലാം ഈ ഒരു പൊതുവഴിയിലാണുള്ളത്. അപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഏത് നിമിഷവും താഴേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിലാണുള്ളത്. കാണുമ്പോൾ എന്താ തോന്നുന്നത്? കാണുമ്പോൾ ഒരാൾക്ക് പ്രശ്നമുണ്ടോ, ആൾക്കാർക്ക് മുകളിൽ പ്രശ്നമുണ്ടോ? ഇതൊരു അപകടകരമായ സാഹചര്യം. അതെ 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 അതെ. ഇതിങ്ങനെ അധികാരികളൊന്നും ഇത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവമല്ല. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ എത്രയും ദൃശ്യത്തിൽ നല്ല കാണാം. എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുരുമ്പെടുത്ത് കിടക്കുന്ന ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇതൊന്നും അധികാരികളുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടുന്നില്ലേ? അധികാരി ശ്രദ്ധയിൽ പെടുന്നുണ്ടോ നമുക്ക് നോക്കേണ്ട ഒരു എന്തായാലും ഭയങ്കര ദുരിതമാണ്. ദുരിതമാണ്. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ഇത് തന്നെയാണ് കാരണം. ഇവിടെ അധികം നിൽക്കാതിരിക്കുന്നതാണ് ഒരു സംഭവമില്ലേ, അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ സംഭവം ഇത് കുറെ കൊല്ലമായി ഇതേപോലെ തന്നെ നടക്കുന്നത്, കുറെ വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ സംഭവം വന്ന് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ആർക്കുമില്ല.
ഓക്കെ. ആയിക്കോട്ടെ. എന്തായാലും അത് തന്നെയാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്തെങ്കിലും ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വലിയ തോതിൽ അപകടകരമായ ഒരു സാഹചര്യമാണ്, വലിയ ദുരിതമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വാഹനങ്ങൾക്കൊക്കെ ഇങ്ങനെ അപകടം സംഭവിക്കുന്നതൊക്കെ പതിവാണ്. കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് കോൺക്രീറ്റ് പാളികളൊക്കെ അടർന്ന് ഈ വാഹനത്തിൻ്റെ താഴെ വീഴും. അപ്പോൾ ആ വാഹനത്തിലുള്ളവർക്ക് പ്രശ്നമാണ്, അപ്പോൾ പൊതുജനങ്ങൾക്ക് പ്രശ്നമാണ്, ഇവിടെയുള്ള വ്യാപാരികൾക്ക് പ്രശ്നമാണ്. ഇവിടെ ടാക്സി ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് 2-3 ടാക്സി ഡ്രൈവർമാരൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ തോതിൽ പരാതിയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് ചില ടാക്സി ഡ്രൈവർമാരൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ സമയം എടുക്കുന്നൊരു സ്ഥലമാണ് ഈ മേഖലയിലുള്ളത്. ഏട്ടാ, എന്താ ഇതിൻ്റെ അവസ്ഥ? എന്താ ഇതൊക്കെ അവസ്ഥ കാണുന്നില്ല നിങ്ങൾ? നമ്മുടെ കണ്ണൂരിൻ്റെ മധ്യത്തിലുള്ള കണ്ണൂർ അറിയപ്പെടുന്ന സ്റ്റേഡിയം ഇതാ കാണുന്നു. ജനങ്ങൾ ഇതാ ഏത് സമയം വീണ് ജനങ്ങൾ മരിക്കാനുള്ള അവസ്ഥയൊക്കെയാണ്. ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആൾക്കാർ ശ്രദ്ധിക്കാത്തതൊന്നുമല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊള്ളലായ്മ, വേറെ ഒന്നുമല്ല. അത് ചെയ്യാൻ അതിനുള്ള നടപടി ആരെങ്കിലും എടുക്കണ്ടേ? ഇതെന്തായാലും കുറേ വർഷമായി ഇത് വർഷമായിട്ട് കിടക്കുന്ന ഈ കടകളെല്ലാം പൂട്ടിച്ചതാണ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പൂട്ടിച്ചതാണ്. പക്ഷേ ഇതുവരെ അതിനുള്ള നടപടിയൊന്നും ചെയ്യില്ല. അന്ന് ഇതിൻ്റെ അടിയിൽ കൊണ്ട് പല വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു, ജനങ്ങൾ അതിൽ യാത്ര ചെയ്യുന്നു. അതിനൊന്നും ഒരു നടപടി ആരും ചെയ്യുന്നില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് പണം ഉണ്ടാക്കുക, അതന്നെ ലക്ഷ്യം. ജനങ്ങളെന്തായി, എങ്ങനെ ജീവിച്ചോട്ട്, എന്താ നാടെന്തായി, അതിനൊന്നും ചിന്തിക്കാതെ ആർക്കും സമയമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇതൊന്നും നോക്കുന്നില്ല. അവർ തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഈ സമയത്തെങ്കിലും ഇതെങ്കിലും ആരും ശ്രദ്ധിക്കണമെന്നൊരു അഭിപ്രായമുണ്ടോ? അഭിപ്രായം ഉണ്ടോ? ഇത് കൺമുമ്പിൽ കാണും. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ജനങ്ങൾ ആർക്കും പരാതിയില്ല. ജനങ്ങൾക്ക് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പരാതി പറഞ്ഞു മടുത്ത്. ഇത് മെയിൻ റോഡാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര യാത്രക്കാർ നടന്നു പോകുന്നതാണ്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ട് ആരും എന്തെങ്കിലും ഒരു പരാതിയോ ആരും കൊടുക്കുന്നില്ല. അതിനൊന്നും ആരും ജനങ്ങൾ മുതിരുന്നില്ല. എന്താ പറയുക, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ അവസ്ഥ? ഇതിൻ്റെ ഈ സ്റ്റേഡിയത്തിൻ്റെ താഴെ സ്വാഭാവികമായിട്ടും കുറച്ച് തണൽ കിട്ടുന്ന സ്ഥിതി എന്നുള്ള രീതിയിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റെസ്റ്റ് എടുക്കാറൊക്കെ ഉണ്ട് പതിവായിട്ട്. പക്ഷേ അതും നമുക്ക് വലിയ തോതിൽ. ഏട്ടാ, എന്താ അവസ്ഥ? ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് സുരക്ഷിതമാണോ? ഇല്ല, ഡേഞ്ചറാന്ന്. പിന്നെ മേലെ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കും എല്ലാം അപകടമല്ലേ? ആദ്യം അപകടം വന്നു. പരമാവധി നമ്മളിവിടുന്ന് മാറി അപ്പുറത്ത് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് റെസ്റ്റ് എടുക്കുന്നതല്ലേ നല്ലത്? അത് തന്നെ സംഭവം അങ്ങനെയൊന്നും. അത് നിങ്ങൾ അങ്ങോട്ട് പിടിച്ച് അത് അപ്പുറം എല്ലാം പൊട്ടിയിട്ടുള്ള മൊത്തം. ഈ പല തൂണുകളുടെയും കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും അടർന്നു പോയിട്ടുള്ളത്. ഇതിൻ്റെ കമ്പിയിൽ മാത്രമാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങൾ, ഈ ബോർഡൊക്കെ മാറ്റിയ കാണാം. ഇത് നോക്കിയേ എത്രമാത്രം ഭീകരമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ്. കാരണം ഇതിലെ കോൺക്രീറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ അടർന്നു പോയി കഴിഞ്ഞു. ഇപ്പോൾ കമ്പിയിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത്തിരി കോൺക്രീറ്റിലുമാണ് ആ തൂണുകൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ടാക്സി ഡ്രൈവർമാരൊക്കെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താ ഏട്ടാ അവസ്ഥ? ഞാനതൊക്കെ പറഞ്ഞില്ലേ, ഇതന്നെ അവസ്ഥ. പൊട്ടിയും വരെ കുറേ അപകടം ഉണ്ടാകുന്നവരെ മാത്രമാണ് എല്ലാവരും. നിങ്ങൾ ഇതിൻ്റെ അധികാരികൾ കാണിച്ചാൽ നമ്മൾ വേണ്ടി സംസാരിക്കുക കുറേതായിട്ട് വണ്ടിക്കിൽ. ഇങ്ങനെ ആരും കണ്ട അതിനുള്ള ആൾക്കാർ ഇവിടെ ആരും കാണുന്നൊന്നുമില്ല. നമ്മൾ വന്നിട്ടിരിക്കുന്നുണ്ട്, വണ്ടിക്കാർ നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ കൊണ്ട് ഇത്രേ പറ്റൂ. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ ഉണ്ടാവാം. അപകടം നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല, എന്തായാലും സംഭവിക്കുന്നുള്ള ഉറപ്പുള്ള കാര്യം. കാരണം ഇത് സംഭവിക്കുന്നവരെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നോക്കി നിൽക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നെട്ടിപ്പിടിയാൻ ഇങ്ങനത്തെ പഴയ ബിൽഡിങ്ങും പാടില്ല, മറ്റുള്ള എല്ലാം കൂടി കുറച്ച് കാലത്തേക്ക് ഇതെന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അതിന് ശേഷമാണ് ഒരു സ്പീഡ് ബ്രേക്കറോ കാര്യങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് അപകടം നടന്നു കഴിഞ്ഞാലേ ബാക്കി ആൾക്കാർക്ക് കണ്ണ് തുറക്കുള്ളൂ. സത്യം പറഞ്ഞാൽ വലിയൊരു അപകടമുള്ളൊരു മുൻകൂട്ടി നമുക്ക് എന്നൊക്കെ കാണാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എന്തോ സംഭവിക്കുന്നുള്ളത് കുറേ ഉറപ്പാണ്. ഇവിടെ എത്രയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്, പൊട്ടി വീകുന്നുണ്ട്. അതിൻ്റെ ടോപ്പിലെല്ലാം പുതിയ വണ്ടിക്കെല്ലാം മറ്റുള്ള അർജുൻ, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിലൊരു പരിഹാരത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് വാഗ്ദാനങ്ങളുമായി ആരെങ്കിലും ആ വഴി വന്നോ അർജുൻ? തീർച്ചയായിട്ടും. അതായത് കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 10 വർഷം മുമ്പേ തന്നെ കോടതി ഇടപെടലിലൂടെ തന്നെ ഈ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ നിർത്തിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഇത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇതിൻ്റെ ഭാഗം ഉണ്ടായിട്ടില്ല.
ഉള്ളിൽ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് പുല്ല് പിടിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ പെയിൻ്റ് അടിക്കാനും ഒക്കെ നിരന്തരമായി കോടികൾ ചിലവാക്കിയിട്ടുള്ള നവീകരണ പ്രവർത്തനം സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ കൂടി പുറത്തുള്ള ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ ഇല്ല എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ദുരന്തമുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കരുത്, അതിനു മുമ്പേ തന്നെ ഒരു പരിഹാരം ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് ജനങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾക്കും ഈ പറയുന്ന അധികാരികളോട്, കോർപ്പറേഷൻ്റെ ആയിക്കോട്ടെ സർക്കാരിൻ്റെ ആയിക്കോട്ടെ അധികാരികളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്. ദുരന്തമുണ്ടാവാൻ വേണ്ടി ആരും കാത്തിരിക്കരുത്, അതിനു മുമ്പ് തന്നെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥന. താങ്ക് യു അർജുൻ കല്യാട.